ഹായ് ആൾ. അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ടൈമിലൊരു ക്വസ്റ്റ്യൻ. വർക്ക് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ IBPS PUK SPI PUK സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാത്ത ഒരു SPI IBPS എക്സാം പോലും നമ്മൾ ഈ അടുത്തെങ്കിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ സകല കൺസെപ്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. വർക്കിംഗ് അലോൺ A can complete a task in A days and B in B days. They take turns in doing the task with each working 2 days at a time. If A starts, they finish the task in exactly 10 days. If B starts, they shall take half a day more. How long does it take to complete the task if they both work together? അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അതായത് എക്ക് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സ്മാൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് എടുക്കുന്നത്. ഇതേ വർക്ക് ഈ സെയിം വർക്ക് ബിക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ സ്മോൾ ബി നമ്പർ ഓഫ് ഡേയ്സ് എടുക്കും. ഓക്കെ, ഇനി ഇവരൊരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? 2 ദിവസം വെച്ച് ആൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് A 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ B 2 ദിവസം വർക്ക് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ A ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വർക്ക് 10 ദിവസം കൊണ്ട് ഫിനിഷ് ആകും. അതായത് ആ സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. അതായത് A 2 ദിവസം വർക്ക് ചെയ്യുന്നു, A സ്റ്റാർട്ട് ചെയ്യുന്നു, A ആദ്യത്തെ 2 ദിവസം, പിന്നെ B 2 ദിവസം വർക്ക് ചെയ്യുന്നു, അതിനുശേഷം B Aക്ക് കൈമാറുന്നു, A വീണ്ടും 2 ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ പാറ്റേണിൽ അവർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് 10 ദിവസം കൊണ്ട് തീരും. ഇനി B ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ B സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ B ആദ്യം 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് Aക്ക് കൈമാറുന്നു, A പിന്നെ 2 ദിവസം വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് A ആ വർക്ക് Bക്ക് കൈമാറുന്നു, B പിന്നെ 2 ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹാഫ് ഡേ മോർ. അപ്പം നേരത്തെ 10 ദിവസമായിരുന്നു, ഇപ്പോൾ 10.5 ദിവസം എടുക്കും. അപ്പം ഈ ആൾട്ടർനേറ്റീവായിട്ട് ഒരാൾ 2 ദിവസം വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ A സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 10 ദിവസവും B ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 10.5 ദിവസം എടുക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ Aയും Bയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് തീരും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് ഓപ്ഷൻസും ഉണ്ട്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ ആദ്യമേ കണ്ടീഷൻസ് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കൺസെപ്റ്റ്സ് അറിയണം. അതായത് വർക്കിനെ നമ്മളെപ്പോഴും ന്യൂമറിക്കലായിട്ടുള്ളൊരു വാല്യൂ കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യണം. ഉദാഹരണത്തിന് വർക്കിനെ നമുക്ക് 1 അല്ലെങ്കിൽ 10 100 എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വർക്കിനെ ന്യൂമറിക്കലായിട്ട് ക്വാണ്ടിഫൈ ചെയ്യണം. ഇനി മറ്റൊരു കൺസെപ്റ്റാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, അതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ. ഫോർ എക്സാമ്പിൾ, ഒരാൾ 2 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നു. ഒരാൾക്ക് ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ 2 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിൻ്റെ പകുതി ആയിരിക്കും അയാൾ ഒരു ദിവസം ചെയ്യുന്നത്. അസ്യൂമിങ് ദറ്റ് അയാൾ ഓരോ ദിവസവും ഈക്വലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരാൾക്കൊരു വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആയിരിക്കും. 3 ദിവസം കൊണ്ട് ഒരാളൊരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ 1/3 ആണ്. 10 ദിവസം കൊണ്ട് ഒരാൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കെന്ന് പറഞ്ഞാൽ 1/10 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ദിവസം കൊണ്ടൊരു വർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും ദിവസം കൊണ്ട് ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടീഷനിലോട്ട് കിടക്കാം. A സ്മോൾ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ടാണ് ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വർക്കിനെ നമുക്ക് ഒന്നൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാം. ആ വർക്കിനെ നമ്മൾ ഒന്നൊന്ന് ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്ര ആയിരിക്കും? ആ 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്മാൾ എ. അപ്പോൾ എസ് 1 ഡേ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/സ്മാൾ എ ആണ്. ബീസ് 1 ഡേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/സ്മോൾ ബി ആണ്. കാരണം സ്മാൾ ബി നമ്പർ ഓഫ് ഡേയ്സ് ആണ് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ സെയിം വർക്കാണ്. അപ്പം A ഒരു ദിവസം ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ 1/സ്മോൾ എ, B ഒരു ദിവസം ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ 1/സ്മോൾ ബി. ഇനി
നമുക്ക് ആദ്യത്തെ കണ്ടീഷനിലോട്ട് വരാം. ആദ്യത്തെ കണ്ടീഷൻ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആൾട്ടർനേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ഓരോരുത്തരും 2 ദിവസം വെച്ച് വർക്ക് ചെയ്യുന്നു, എ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. എ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നു, എ 2 ദിവസം വർക്ക് ചെയ്യുന്നു, അതിനുശേഷം അത് ബിക്ക് കൊടുക്കുന്നു, ബി 2 ദിവസം വർക്ക് ചെയ്യുന്നു, ബി വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എ വീണ്ടും 2 ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ പോവുകയാണ്, ആ പാറ്റേണാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു പാറ്റേണിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ 10 ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ആവുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഈ 10 ദിവസത്തിൽ എ എത്ര ദിവസം വർക്ക് ചെയ്ത് കാണും, ബി എത്ര ദിവസം വർക്ക് ചെയ്ത് കാണും? നമ്മൾ മാനുവലായിട്ട് എഴുതി നോക്കുക. എ ആദ്യത്തെ 2 ദിവസം, പിന്നെ ബി 2 ദിവസം, 4 ദിവസമായി. പിന്നെ എ 2 ദിവസം വർക്ക് ചെയ്യുക, അപ്പോൾ 6 ദിവസമായി. പിന്നെ ബി 2 ദിവസം വർക്ക് ചെയ്യും, 8 ദിവസമായി. പിന്നെ എ വർക്ക് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് 10 ദിവസമായി. ഇതിനിടയ്ക്ക് നമ്മൾ എഴുതി നോക്കുമ്പോൾ അറിയാം എ 6 ദിവസവും വർക്ക് ചെയ്തു, ബി 4 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് ഇവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എ 6 ദിവസവും വർക്ക് ചെയ്യും, ബി 4 ദിവസവും വർക്ക് ചെയ്യും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 6 ദിവസത്തെ എയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 6 × 1/a വിച്ച് ഈസ് ഈക്വൽ ടു 6/a. ഓക്കെ, ബി 4 ദിവസം വർക്ക് ചെയ്തു, ബിയുടെ ഒരു ദിവസം വർക്ക് എന്ന് പറഞ്ഞാൽ 1/b ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ 4 ദിവസത്തെ വർക്ക് എത്ര? 4/b. ഓക്കെ, നമ്മൾ വർക്കിനെ ഒന്നായിട്ട് ക്വാണ്ടിഫൈ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എയുടെ 6 ദിവസത്തെ വർക്കും ബിയുടെ 4 ദിവസത്തെ വർക്കും കൂടെ ചേരുമ്പോഴാണ് ഈ 1 എന്ന് പറയുന്ന വർക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ എയുടെ 6 ദിവസത്തെ വർക്ക് 6/a, ബിയുടെ 4 ദിവസത്തെ വർക്ക് 4/b. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 1 എന്ന് കിട്ടും. 6/a + 4/b = 1. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് വരിക. രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് വരുമ്പോഴത്തേക്ക് സെയിം ഇവർ 2 ദിവസം വെച്ച് ആൾട്ടർനേറ്റീവായിട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ബി ആണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബി 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ എ 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെയും ബി 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ എ 2 ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ ബി 2 ദിവസം വർക്ക് ചെയ്യുന്നു. 10 ദിവസമായി. 10 ദിവസം ആയപ്പോഴത്തേക്ക് 6 ദിവസം ബി വർക്ക് ചെയ്തു, 4 ദിവസം എ വർക്ക് ചെയ്തു. നേരത്തെ കണ്ടീഷനിൽ 6 ദിവസം എ വർക്ക് ചെയ്തു, 4 ദിവസം ബി ആണെങ്കിൽ ഈ കണ്ടീഷനിൽ എങ്ങനെയാണ്? 6 ദിവസം ബി വർക്ക് ചെയ്തു, 4 ദിവസം എ വർക്ക് ചെയ്തു. 10 ദിവസം കൊണ്ട് തീർന്നോ? ഇല്ല, ഹാഫ് എ ഡേ എക്സ്ട്രാ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ അവസാനത്തെ 2 ദിവസം വർക്ക് ചെയ്തത് ബി ആണ്. അതായത് 9ഉം 10ഉം ദിവസങ്ങളിൽ വർക്ക് ചെയ്തത് ബി ആണ്. അപ്പം അടുത്ത ഹാഫ് ഡേ വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? അടുത്ത ടേൺ ആരുടെ വരുന്നത്? എയുടെ ആയിരിക്കും. അപ്പോൾ എ ആണ് ആ ഹാഫ് ഡേ വർക്ക് ചെയ്തത്. അപ്പം മൊത്തം 10 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസത്തിൽ ബി 6 ദിവസവും വർക്ക് ചെയ്തു, എ 4.5 ദിവസവും വർക്ക് ചെയ്തു, രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ബി 6 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് എത്ര ബി ചെയ്തത്? 6 × 1/b വിച്ച് ഈസ് ഈക്വൽ ടു 6/b. എ 4.5 ദിവസം വർക്ക് ചെയ്തു. എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/a ആണ്. അപ്പോൾ എയുടെ 4.5 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 4.5/a. ഇനി നേരത്തെ പോലെ ഇക്വേഷൻ 6/b + 4.5/a = 1. ഓക്കെ, ഇനി അപ്പം 2 ഇക്വേഷൻ വന്നു, രണ്ടും സെയിം ആണ്. 6/a + 4/b = 1, 6/b + 4.5/a = 1. അപ്പോൾ ഈ 2 ഇക്വേഷനോട് കമ്പൈൻ ചെയ്യാമല്ലോ. 6/a + 4/b = 6/b + 4.5/a. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. 2 ഇക്വേഷനും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തു. ഇക്വേഷൻ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 6/aയും 4.5/aയും കൂടെ ഒരു സൈഡിലോട്ട് വരുന്നു. 6/a - 4.5a വിച്ച് ഈസ് ഈക്വൽ ടു 1.5/a. അതൊരു സൈഡിൽ. 6/bയും 4/bയും കൂടെ ഒരു സൈഡിലോട്ട് വരുന്നു. 6/b - 4/b വിച്ച് ഈസ് ഈക്വൽ ടു 2/b. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ കിട്ടി? 1.5/a = 2/b. ഇതിനകത്തുനിന്ന് a/b എത്രയാണെന്ന് കണ്ടുപിടിക്കുക. a/b എന്ന് പറഞ്ഞാൽ 1.5/2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a/1.5/2 ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. 1.5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. 1.5 × 2 3, 2 × 2 4. അപ്പം മാറ്റം വരുന്നില്ല. അപ്പോൾ a/b എന്ന് പറഞ്ഞാൽ 3/4 ആണെന്ന് കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ കണ്ടുപിടിച്ച് ഈ രണ്ടാമത്തെ കണ്ടീഷൻ്റെ ലാസ്റ്റ് ലൈനിൽ എഴുതിയേക്കുന്നത്. a/b = 3/4. അപ്പോൾ എയുടെയും ബിയുടെയും നമ്പർ ഓഫ് ഡേയ്സ് തമ്മിലുള്ള റേഷ്യോ 3/4 ആണെന്ന് 3:4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് എ ഒരു വർക്ക് എ എന്ന് പറഞ്ഞാൽ സ്മാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. സ്മാൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ എടുക്കുന്ന സമയമാണ്. ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എ എടുക്കുന്ന സമയമാണ് സ്മോൾ എന്ന് പറയുന്നത്. അതേ വർക്ക് ഫിനിഷ് ചെയ്യാൻ ബി എടുക്കുന്ന സമയമാണ് സ്മോൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ 3/4 ആണെങ്കിൽ എ എടുക്കുന്ന സമയവും ബി എടുക്കുന്ന സമയവും തമ്മിലുള്ള റേഷ്യോ ആണ് 3/4. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇനി
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഈ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എ 5 ദിവസം കൊണ്ടൊരു വർക്ക് ഫിനിഷ് ചെയ്യുന്നു, അതേ വർക്ക് ബി 10 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, എയും ബിയും തമ്മിലുള്ള റേഷ്യോ നോക്കുക. 5:10 നമ്പർ ഓഫ് ഡേയ്സ്. ഇതിന് നേരെ റിവേഴ്സ് ആയിരിക്കും ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഓക്കെ, ഇപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 5 ദിവസം കൊണ്ടൊരു വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 1/5 ആയിരിക്കും. ബി 10 ദിവസം കൊണ്ടൊരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 1/10 ആയിരിക്കും. അത് 1/5 കുറവാണ്. കാരണം ബി 10 ദിവസം എടുക്കും ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ, 5 ദിവസം എടുക്കത്തുള്ളൂ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറയുമ്പോൾ ഒരാൾ കുറഞ്ഞ സമയം കൊണ്ടൊരു വർക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഒരാൾ കൂടുതൽ സമയം കൊണ്ടാണ് ഒരു വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പോൾ എഫിഷ്യൻസിയും നമ്പർ ഓഫ് ഡേയ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒരാൾ കൂടുതൽ ദിവസം എടുക്കുന്നെങ്കിൽ അയാളുടെ എഫിഷ്യൻസി കുറവായിരിക്കും ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ. ഒരാൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എയും ബിയും തമ്മിലുള്ള റേഷ്യോ A/B എന്ന് പറഞ്ഞാൽ 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എടുക്കുന്ന ദിവസങ്ങളുടെ റേഷ്യോ ആണ്. എ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ദിവസവും ബി ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ദിവസവും തമ്മിലുള്ള ദിവസങ്ങളുടെ റേഷ്യോ ആണ് 3/4. ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പോൾ എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 നേരെ റിവേഴ്സ്, അതായത് 4/3 ആയിരിക്കും. അപ്പോൾ എക്ക് എഫിഷ്യൻസി 4 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 3 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതാണ് എസ് എഫിഷ്യൻസി = 4, ബീസ് എഫിഷ്യൻസി = 3 എന്ന് ഞാൻ എഴുതി. എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ 4/3 ആയിരിക്കും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 3 ആയിരിക്കും. ഇതൊരു അസംഷനാണ്. എയുടെ എഫിഷ്യൻസി 4 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 3. അത് റേഷ്യോ ആണ്, അല്ലാതെ എക്സാക്ട്ലി 4:3 എന്നല്ല. എക്ക് 4 എഫിഷ്യൻസി എങ്കിൽ ഇൻ കമ്പാരിസൺ ബിയുടെ എഫിഷ്യൻസി 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് കമ്മിങ് ടു കണ്ടീഷൻ 1 വരാം ഒന്നും കൂടെ. അതായത് നമ്മളെടുത്ത് പറയുന്നുണ്ട് എ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു, 2 ദിവസം വർക്ക് ചെയ്യുന്നു, ബി പിന്നെ 2 ദിവസം വർക്ക് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ 10 ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യുമെന്നുള്ളതായിരുന്നു കണ്ടീഷൻ 1. അപ്പോൾ പുതിയ എഫിഷ്യൻസി ഇട്ടുകൊണ്ട് ആ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എ മൊത്തം 6 ദിവസം വർക്ക് ചെയ്യുന്നു, എയുടെ എഫിഷ്യൻസി 4 ആണെന്ന് മനസ്സിലായി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് എഫിഷ്യൻസി. എ 6 ദിവസം വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം 4 വർക്ക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എ എത്ര വർക്ക് ചെയ്തു? 6 × 4 = 24. ബി 4 ദിവസം വർക്ക് ചെയ്യുന്നു, ബിയുടെ എഫിഷ്യൻസി 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ എടുത്തു. അപ്പോൾ ബി എത്ര വർക്ക് ചെയ്തു 4 ദിവസം കൊണ്ട്? 4 × 3 = 12. 6 × 4 4 × 3. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 6 × 4 + 4 × 3 36. അപ്പോൾ 36 ആണ് ഇവർ ചെയ്ത വർക്ക്. നേരത്തെ നമ്മൾ 1 എടുത്താണ് അസ്യൂം ചെയ്തത്. നമ്മൾ എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിച്ച്, ഇത് റേഷ്യോ ആണ്, അതുകൊണ്ട് എക്സാക്ട് നമ്പറല്ല. നമുക്ക് വർക്കിനെ ഏത് നമ്പർ വെച്ച് വേണമെങ്കിലും ക്വാണ്ടിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ വർക്കിനെ നമ്മൾ എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിച്ച ശേഷം എഫിഷ്യൻസി ഇട്ടുകൊണ്ട് നമ്മൾ പുതിയൊരു വർക്കിനെ ക്വാണ്ടിഫൈ ചെയ്യുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 6 ദിവസം വർക്ക് ചെയ്യുന്നു, എയുടെ എഫിഷ്യൻസി 4 ആണ്, 6 × 4 പ്ലസ് ബി 4 ദിവസം വർക്ക് ചെയ്യുന്നു, ബിയുടെ എഫിഷ്യൻസി 3 ആണ്, 4 × 3 6 × 4 + 4 × 3 = 36 ടോട്ടൽ വർക്ക് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എടുത്ത് പറയുന്നത് എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യുക. എയുടെ എഫിഷ്യൻസി 4ഉം ബിയുടെ എഫിഷ്യൻസി 3ഉമാണ്. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 4ഉം ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3ഉമാണ്. ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസി 7 ആയിരിക്കും. ടോട്ടൽ വർക്ക് എത്ര? 36. ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന വർക്ക് എത്ര? 7. അപ്പം 36 വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എത്ര ദിവസം എടുക്കും? 36/7 എന്ന് എടുത്താൽ മതി. ഓക്കെ, ടോട്ടൽ വർക്ക് 36 ആണ്, ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് 7 ആണ്. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ 36 വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 36 / 7 നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് = 36 / 7 = 5 1/7. ഇതാണ് ഉത്തരം. കൺഫ്യൂഷൻ വരും, ഉറപ്പാണ്. വർക്ക് ആറ്റ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.